ഇനം പിക് ട്രക്കിന് പോവുകയാണ്. മമ്മി പോട്ടെ. വീടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണേ നല്ല കുട്ടിയായിട്ട്. സോ മച്ച്. കണ്ണട ലെൻസ് വെച്ചിട്ട് നല്ല രസമുണ്ട് മോൾ. ഓക്കെ ബൈ. 10 days കഴിയും മമ്മി വരാൻ. ഓക്കെ എമ്മി ബൈ. മമ്മി പോവാൻ. ഉമ്മ നിസ്കരിക്കുക. ഉമ്മ പറഞ്ഞാൽ മതിയെ മമ്മി പോവാണ്. യെസ്. നമ്മുടെ ഫോട്ടോ എടുക്കാം. മൂന്നാളും കൂടി ഫോട്ടോ എടുക്കാം. മമ്മി ഇനി 10 days കഴിഞ്ഞു. മമ്മി നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ട്രക്കിങ്ങിന് പോയി. എമ്മിനെ ഫ്രണ്ട് നിർത്താൻ ഞാൻ എമ്മിനെ കാണുള്ളൂ. കം. You people going to miss me? Yes, maybe. Love you so much. I'm going to miss you all. But 10 days I'm going to അടിച്ചുപൊളിക്കാൻ. Sorry. അതൊരു ഫോട്ടോ എടുത്ത നല്ല ഫോട്ടോ. ഹിമാലയയില് ചത്തുപോയില്ല കേട്ടോ. ഞാൻ ചത്തുപോവാം. അങ്ങനെ നിന്നെ കാണാതെ ഞാൻ 100 years ചത്തുപോവാം. Yes, I live till I am 100. Okay. Oh my God, late ആയി. Bye. ഉമ്മ പോട്ടമ്മ. സമയം എത്രയോ ആയി. ലേറ്റ് ആയി. 10 മണി 9:55 ഫ്ലൈറ്റ്. വേഗം വണ്ടി കൂടി. എയർപോർട്ടിൽ നിന്ന് എത്തി. ഇന്ന് കറക്റ്റ് 8 മണി കേട്ടോ. 9:55 ഫ്ലൈറ്റ്. അപ്പോൾ പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് 3 hours മുന്നേ എത്തണം എന്നൊക്കെ മെസ്സേജ് വന്നിരുന്നു. ഞാനത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഷവർമ്മ കഴിക്കണം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഹനസ് വാങ്ങിച്ചു തന്ന ബിരിയാണി, ചോറും ചിക്കനും കഴിച്ചത്. അതിനുശേഷം ഇപ്പോൾ സായിദൊരു ഷവർമ്മ വാങ്ങിച്ചു തന്നു. അതിൽ പോയി. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇമോഷണലി ഫിസിക്കലി ഒക്കെ ഓക്കെയാണ്. ഇപ്പോൾ പീരിയഡ്സ് ആയി. ഫസ്റ്റ് ഡേ അങ്ങനെ നാളുകൊണ്ട് അതും ഓക്കെ ആവും. വെരി ഈസ് ഇൻഡിഗോ. സീറ്റ് നമ്പർ 6 ആണ്. വിൻഡോ സീറ്റൊന്നും അല്ല, ഏതോ ഒരു സീറ്റാണ്. എന്തായാലും ബോർഡിങ് കഴിഞ്ഞു. ഇനി എൻ്റെ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. ഒരു ജലദോഷം പോലെയൊക്കെ വരുന്നുണ്ട്. മൂക്ക് അടഞ്ഞ പോലെ കിടന്നറിയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ക്ലാസ്സിൽ നിന്ന് ചെറുതായി തുമ്മുന്നുണ്ടായിരുന്നു. നമ്മുടെ ബോർഡിങ് കുറച്ച് ലേറ്റാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ ഓൾറെഡി 9:36 ആയി. ഇത് ബോർഡിങ്ങിന് വേണ്ടി എല്ലാവരും ക്യൂ നിൽക്കുന്നേ ഉള്ളൂ. എൻ്റെ ഡൽഹിയിലെ വീട്ടിൽ ഞാൻ ദോശ ചുടുകയാണ്. നിങ്ങളെൻ്റെ ഡൽഹിയിലെ വീട് കണ്ടിട്ടുണ്ടോ? എനിക്ക് ഡൽഹിയിലൊരു വീടുണ്ട്. എനിക്ക് 3 വീടുകളാണുള്ളത്. ഒന്ന് അരീക്കോട്ടിലെ സാജിദിൻ്റെ വീട്, പിന്നെ ഒന്ന് എൻ്റെ ഉമ്മയൊക്കെ ഉള്ള എൻ്റെ വീട്, പിന്നെ എൻ്റെ ഡൽഹിയിലെ വീട്. ഡൽഹിയിൽ സ്വന്തമായ വീടൊക്കെ ഉള്ള. പക്ഷെ ദോശമാവ് കുറവാണ്. ഒരു ദോശ ഇതവിടെ ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. നല്ല ജലദോഷമാണ് ഇവിടെ. ഡൽഹിയിൽ നല്ല മഴയാണ് ക്ലൈമറ്റ്. കാണിക്കാം. ഇവിടെ പുറത്ത് മരത്തിൽ ഓറഞ്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ആ മരത്തിൽ നിറയെ ഓറഞ്ച് നിൽക്കുന്നുണ്ട്. ഇത് വസന്ത് കുഞ്ചിലെ നമ്മുടെ ഫ്ലാറ്റാ. ഇതാണ് എൻ്റെ കട്ടിൽ. ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മേശ, എൻ്റെ കസേര, എൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം. ഇത് ഞാനിവിടെ ഇങ്ങനെ ചാരിയിരുന്ന് കുറേ നേരം ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കും. ഇവിടെ കണ്ടോ, പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ദോശ കരിയാനായോ നോക്കട്ടെ. അവസാനത്തെ ദോശമാവ് കുറച്ചേ ഉള്ളൂ. ഇന്നലെ 2 മണിയായി, 2:20 ആയി ഇവിടെ എത്തിയപ്പോഴേക്കും. ഫ്ലൈറ്റ് ആക്ച്വലി അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഒരു 10-20 മിനിറ്റ് ഡിലേ ആയിരുന്നു. പക്ഷേ ഇവിടെ സമയത്ത് 1 മണിയാണ് പറഞ്ഞിരുന്നെങ്കിൽ 1 മണിയുടെ മുന്നേ തന്നെ ലാൻഡ് ചെയ്തു. പക്ഷേ അത് റൺവേയിൽ നിന്ന് ഇങ്ങോട്ട് എയർപോർട്ടിലേക്ക് എത്താൻ നല്ലോണം സമയം പിടിച്ചു. ഞാനവിടെ എത്തി. ഊബർ എടുത്ത് ഇവിടെ വന്നു. ഇന്നലെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ഒരു സംഭവം ഉണ്ടായത്. എൻ്റെ പഴയ കമ്പനിയിൽ എംപയറിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ MD-മാർ, എംപയറിൽ കുറേ MD-മാരുണ്ട്. അപ്പോൾ ഷാഹിദിനെയും ഷാക്കിനെയും കണ്ടു എയർപോർട്ടിൽ വെച്ചിട്ട്. കുറേ കാലത്തിന് ശേഷം അവരെ കാണുന്നത്. അവർക്ക് എന്നെ ഓർമ്മയുണ്ട്.
അപ്പോൾ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ട്രക്ക് ചെയ്യാൻ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഗ്രേറ്റ്, പിന്നെ വക്കീലാവാനായി എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ്. പക്ഷേ കുറേ കാലത്തിന് ശേഷം എംപയർ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസാണ് ബാംഗ്ലൂരിൽ. ഞാൻ അവിടെ വർക്ക് ചെയ്ത സമയം എനിക്ക് 2 വർഷമാണ് ഞാൻ എംപയറിൽ വർക്ക് ചെയ്തത്. എനിക്ക് 2 വർഷം ഡിപ്രഷൻ ഉണ്ടായിട്ടില്ല, കാരണം ഫുൾ ബിസി ആയിരുന്നു. നല്ല കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയറും ആയിരുന്നു വർക്ക് ചെയ്യാൻ. അവിടുത്തെ എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു മീ, MD മുതൽ അവിടുത്തെ കിച്ചണിലെ സ്റ്റാഫ് വരെ. സോ അതൊരു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ജലദോഷമുണ്ട്. ഇവിടെ ഡൽഹിയിലെ ക്ലൈമറ്റ്, മഴയുണ്ട് ഇവിടെ ഡൽഹിയിൽ, മൂടി നിൽക്കുകയാണ്. ഞാൻ നല്ല എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ചെറിയ മഴയുണ്ട്, ചെറിയ ചൂട്. പകലും ഓക്കെയാണ്, ക്ലൈമറ്റ് ഓക്കെയാണ്, ഇപ്പോൾ തണുപ്പായി വരുന്നുണ്ട്. പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മൾ മണലിയിലേക്കുള്ള വോൾവോ ബസ്സിൽ യാത്ര തിരിക്കും. Please stand away from the doors. दरवाजे बंद होने में बाधा ना डालें। ऐसा करना दंडनीय अपराध है। अगला स्टेशन चावड़ी बाजार। ഹസന ചേച്ചി, അർഷദാൻ്റെ വിജേഷും ടീച്ചേട്ടനും സന്തോഷ് 6 പേരും കൂടെ മണാലിയിലേക്ക്. മണാലിയിൽ വെള്ളപ്പൊക്കവും ഭൂമി മലയിടിച്ചിലൊക്കെയാണ് ആ സമയത്താണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ എവിടെയോ എത്തി, രാത്രിയുടെ ഏതോ യാമങ്ങളിൽ. എവിടെയാണെന്ന് നോക്കട്ടെ. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അതായത് മണാലി ഡൽഹി ഹൈവേയിൽ മണ്ടി ഭാഗത്ത് മണ്ണിടിച്ചിലാണല്ലോ മഴ പെയ്തിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ 50-50 നിൽക്കുന്നത്. നമ്മൾ ഇവിടുന്ന്, അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് കാറ് വളഞ്ഞു പോകുന്ന വഴിയുണ്ട്. അപ്പോൾ അതിന് കാറ് നമുക്ക് പോകാൻ പറ്റും. കണ്ടോ ഇവിടെ കയറിയിരിക്കണ്ടോ, എൻ്റെ പക്കം താൻ പ്രോബ്ലം. ഇവിടെ കല്ലൊക്കെ നിരത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയുമാണ് വലിയ റോഡ് പണി നടക്കുന്ന എനിക്ക് തോന്നുന്നത്. വാ സി, ബിയാസ് റിവറാണിത്. കണ്ടോ നല്ല മഞ്ഞുമലകളൊക്കെ. നല്ല എനിക്കിപ്പോൾ ഞാൻ വരുമ്പോൾ ചോക്ക്. എനിക്ക് ഇന്നലെ പീരിയഡ്സാണ്, ഞാൻ ഭയങ്കര ഡൾ ആൻഡ് ഡൗൺ ആയിരുന്നു. പക്ഷേ എന്തോ ഞാൻ മെഫ്റ്റാൽ സ്പാസോ അങ്ങനെ എന്തൊരു മെഡിസിൻ ഞാൻ ഈ അസ്വസ്ഥത ഒഴിവാക്കാൻ വേണ്ടി കഴിക്കുന്നത്. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, കാരണം ഒരു യാത്രയല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. തീരെ ബ്ലീഡിങ് ഇല്ല, കുറേ ഓക്കെ ആയ മാതിരിയാണ്. ഞാൻ ബസ്സിലൊക്കെ ഉറങ്ങുമ്പോൾ ശരിക്കും ടെൻഷനായിട്ടാണ് ഉറങ്ങിയത്. സോ താങ്ക് യു മുത്താത്ത ഫോർ സജസ്റ്റിംഗ് മീ ദാറ്റ് മെഡിസിൻ. കണ്ടോ ബാക്കിലൊക്കെ ഫുൾ കോടയാണ്. ഞാനിപ്പോൾ നല്ല ഒരു ഹെൽത്തി മൂഡിലേക്ക് വീണ്ടും വന്നു. എല്ലാവരും ചോദിക്കട്ടെ, ദീപ് സാറൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് സീലും ഇങ്ങനെ വളരെ ഡള്ള് സൈലൻ്റ് ആയിരിക്കണേന്ന്. അതായത് എനിക്ക് സംസാരിക്കാൻ പോലും എനർജി ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും മണാലി എത്തിപ്പറ്റിയ തലേന്ന് കയറാൻ നോക്കാം, പറ്റുന്നില്ല, അയ്യോ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കാന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ. അത് പൊളിഞ്ഞു. നവയാം ഓക്കെ, നമ്മൾ മണാലിയിലേക്ക് പോട്ടെ. ഇവരെ വൈബ് പിടിക്കാൻ പോകാമെന്ന് തോന്നുന്നു കുറേ പയ്യന്മാർ. നല്ല നല്ല ഇതുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല കുത്തി ഒലിച്ച് നല്ല ഇളകി മറിഞ്ഞിട്ടാണ് ആ വെള്ളം പോകുന്നത്. കലങ്ങിയ വെള്ളമാണ് അതിൻ്റെ അർത്ഥം. നല്ലൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടെന്നാണ്. നമ്മൾ രാവിലെ ഫ്രഷപ്പൊക്കെ കഴിഞ്ഞു, ഒരു ചെറിയ കാലി ചായയൊക്കെ കുടിച്ചു. നമ്മളുടെ ടീം ഞങ്ങൾ 7 പേര് ഒരുമിച്ചായി. ഇനി ഒരാൾ സതീഷ് ബാബു ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ടീമിൽ 8 പേരാണുള്ളത്. അങ്ങനെ കാം ആൻഡ് ക്വയറ്റ്, ഒരു റിലാക്സ്ഡ്, ഒരു ബിസി ലൈഫിൽ നിന്നൊരു റിലാക്സ്ഡ് ഫോം ഓഫ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് വന്ന പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇങ്ങോട്ട് നടന്നു വന്നപ്പം നല്ല നാടൻ നെല്ലിക്ക ഒരുപാടുണ്ട് ഒരു മരത്തിൽ. എല്ലാവരും കഴിച്ചു, ഞാനും കഴിച്ചു. ഇന്നത്തേക്കുള്ള വിറ്റാമിൻ സി ആയി. പ്രസന്ന ചേച്ചിയും വിജേഷുമാണ് പോകുന്നത്. നമ്മുടെ ടീം വന്നുകൊണ്ടിരിക്കുകയാണ്. അർഷദും
സന്തോഷവും അതിൻ്റെ ഉള്ളിലുണ്ട്. വണ്ടി എടുത്ത് തുടങ്ങാൻ നമ്മുടെ ബസ് പോയി. നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ പക്ഷേ ബ്ലോക്ക് ആയതുകൊണ്ട് അവർ വരും. ബസ് പോയി. പക്ഷെ ബസ്സിനെ ഫ്രണ്ടിൽ നിന്ന് കിട്ടും, നടന്ന് പിടിക്കാവുന്നതേ ഉള്ളൂ. വേഗം വാ. ഹർഷതും സന്തോഷം താഴെ നിന്ന് വരുന്നേ ഉള്ളൂ. കണ്ടോ ആ വരുന്നവന്മാർ. നമ്മളുടെ ബസ്സൊക്കെ പോയി. ഞങ്ങളിനി പോയിട്ട് ബസ്സിനെ പിടിക്കട്ടെ. നമ്മൾ ബ്ലോക്കിൽ കുറേ സമയം പോസ്റ്റായപ്പോൾ നടക്കാൻ പോയതായിരുന്നു പുഴയുടെ അടുത്തേക്ക്. പക്ഷേ ബസ് അങ്ങനെ വിട്ടുപോകുന്നില്ല. ഇനി അല്ലെങ്കിൽ തന്നെ ഇവരുടെ വേറെ ബസ് ബാക്കി വരുന്നുണ്ട്. ലഗേജ് പിന്നെ അവിടെ എത്തിയിട്ട് കളക്ട് ചെയ്താലും മതിയല്ലോ. നമ്മൾ കുറേ നടന്നു. വർഷത വരുന്നേ. ഇത്രയും ബസ്സുകൾ ഞങ്ങളുടെ ചെറിയ കുന്തളിപ്പ്. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു മോർണിംഗ് വാങ്ങുമ്പോൾ നടത്തമായി. ഞങ്ങളുടെ ബസ് ഇവിടെ हम पहुंच गए. ये बहुत ब्लॉक है. ഒരു മോർണിംഗ് വാം അപ്പ്. ഈ ബസ് കാലിയാണല്ലോ. എല്ലാരും വരാനുണ്ട്. മണ്ണിടിഞ്ഞ് ബ്ലോക്ക് ആയിരിക്കുന്നത് കണ്ടോ. മേലെന്ന് ഇങ്ങോട്ട് കണ്ടോ. മേലെ നോക്ക് ചേച്ചി. മേലെന്ന് പൊട്ടി വന്നിരിക്കുക. മേലെ നോക്ക് പൊട്ടി വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ റോഡൊക്കെ ബ്ലോക്കായിട്ട് കിടക്കാനുള്ള കാരണം. ഡേ ടൈമിൽ ഇവിടെ രാത്രിയൊന്നും വിടൂല. വിട്ട് കഴിഞ്ഞാൽ അവിടെ പൊടി. ബുൾഡോസർ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതാ മണ്ണൊക്കെ ഇവിടെ കൊണ്ടുപോകുന്നു. എന്തൊരു മനോഹരമായ റോഡ്. അതിൻ്റെ ഇതിപ്പോൾ വൺ വേ ആണ് പോകുന്നത് വണ്ടി. ആക്ച്വലി നമ്മുടെ റോഡ് മറ്റേ റോഡിൽ ഫുൾ വീണ് കിടക്കുകയാണ്. കണ്ടോ. ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് വിടുന്നുണ്ട്. കണ്ടോ നല്ല ഫ്രഷ് മലയിടിച്ചിൽ. ഹിമാലയൻ മലനിരകളിൽ ചെങ്കൊടി പാറുന്നു. ചെങ്കൊടിയാണ് ഞങ്ങളെ ചെങ്കൊടിയാണ് പാറുന്നത്. ഇവിടെ ഒരു തുരങ്കത്തിന്റെ പണി നടക്കുന്നു. ഇവിടെ ഒരു ചെങ്കൊടിയല്ല, ഒരു എന്തോ ഒരു വെള്ള ടാങ്കോ ഫ്യൂൽ സ്റ്റേഷൻ എന്തോ ആണ്. നമ്മൾ കുറേ സമയമായിട്ടൊരു ടണലിൽ ബ്ലോക്കിൽ കുടുങ്ങി കിടക്കുമായിരുന്നു. ടണലിനുള്ളിൽ ബ്ലോക്ക് എന്ന് വെച്ചാൽ പുറത്തെ ബ്ലോക്ക് കൊണ്ടായിരിക്കും. സമയം 1 മണിയായി. രാവിലെ 5 മണിക്ക് എത്തേണ്ട ഞങ്ങൾ 1:15 എത്തിയിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൽ ഫൺ. ഈ ടണലിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാനായി. ഹിമാചലിലെ ഒരു പുതിയ ടണലാണ്. ഇവിടെ കുറേ ടണലിൻ്റെ പണി നമ്മുടെ കാശ്മീരിലെ പോലെ തന്നെ നടക്കുന്നുണ്ട്. യെസ് ചേട്ടാ, താങ്ക് യു. ഞങ്ങൾ പോട്ടെ. പുറത്ത് അപാര വ്യൂ ആണ്. പുറത്ത് അപാര വ്യൂ എന്ന് പറഞ്ഞാൽ അപാരം ഓഫ് ദ വ്യൂ. ഒരു പാലം കണ്ടോ. വാവ്. ഇതെന്ന് വെച്ചാൽ മുകളിൽ ടണൽ വേറെ ഉണ്ട്. ആ ടണലിൽ നിന്നുള്ള കണക്ഷൻ പാലമാണ് കാണുന്നത്. ഞാനിരിക്കുന്നത് ഈ സൈഡിലാണ്. ആ സൈഡിൽ വേറെ ലെവൽ വ്യൂ ആണ്. കണ്ടോ. ആ സൈഡ് ഭീകരമാണ്. ദീപ് ചേട്ടൻ ഇരിക്കുന്ന സൈഡ് ബിയാസ് നദി നിറഞ്ഞ് കവിഞ്ഞൊഴുകി. ഓ മൈ ഗാഡ്, വാട്ട് ഈസ് ദിസ്? ഇതാണ് കാണുന്നത് കുട്ടികളെ. വേറെ ലെവൽ റോഡുകളും കണ്ടോ. മലയൊക്കെ ഇടിഞ്ഞ്. ദിസ് ഈസ് ദ ഭംഗി ഓഫ് ദ ഹിമാചൽ പ്രദേശ്. അയ്യോ, അവിടെ ഒരു കുട്ടി അപ്പിയിടുന്നു. വലിയൊരു പാലത്തിനടിയിലൊക്കെ കണ്ടോ മണലിൽ മണ്ണിടിഞ്ഞ് കവിഞ്ഞു കഴിഞ്ഞു.
ഈ യാത്രയാണ് ഇതിൻ്റെ രസം. ആ ചേച്ചി നോക്ക് ചേച്ചി, കണ്ടോ മലയൊക്കെ ഇടിഞ്ഞ് പാലത്തിൻ്റെ അടിയിലേക്ക് വീണ് കഴിഞ്ഞു. ആരുടെ ഉറങ്ങുന്നത് അത് നമ്മുടെ ഇടിഞ്ഞു പോയി. ഈ ടണലൊക്കെ തീർന്നു പോയി. ചുരം കണ്ടു. വാ സൂപ്പർ. പിന്നെ ഒരു മല കൂടി വരുന്നുണ്ട്. യെസ് കമോൺ. ജസ്റ്റ് കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട്. ഇല്ല ഞാൻ വെറുതെ ചോദിച്ചത്. ഓൾറെഡി 6 മണിക്കൂർ ബ്ലോക്കിൽ കിടന്നാണ് ഞങ്ങൾ വരുന്നത്. ആ സമയത്ത് വേറൊരു എരപ്പൻ ഇതാ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വരുന്നു. കയറിപ്പോടാ ഒരെന്താ ഇങ്ങനെ വരുന്നേ. പ്രീതം വിളിക്കുന്നു. ഡൽഹി ഹിമാചൽ 2 വേ നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ 1 സൈഡ് മൊത്തം മലയിടിഞ്ഞ് വീണ് 1 വേ ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇനിയും 66 കിലോമീറ്റർ നമ്മൾ മണലിലേക്ക് പോകാനുണ്ട്. ഓൾമോസ്റ്റ് ഈ റൂട്ടിൽ നമ്മളൊരു 6 hours മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 30 കിലോമീറ്റേഴ്സ് 6 മണിക്കൂർ എടുത്തുകൊണ്ടാണ് നമ്മൾ. കണ്ടോ ആ നാഷണൽ ഹൈവേയുടെ ബോർഡറാണ് കാണുന്നത്. ഇത് ആക്ച്വലി ആ ലൈനാണ് നമ്മൾ പോകേണ്ട ലൈന്. ഇപ്പോൾ നമ്മളുള്ളത് ഓപ്പോസിറ്റ് ലൈനിലാണ്. അതിൻ്റെ ഡ്രൈവർ ഒരു കാശ്മീരിനെ പോലെ ഉണ്ട് കാണാൻ. അയാളെ കാണാൻ നല്ലൊരു കാശ്മീരിയുടെ കട്ടുണ്ട്. ആള് കാശ്മീരിയാണ് ആള്. ആ സമയം 3 മണി കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട്. കണ്ടോ എൻ്റെ മോളിൽ നിന്നാണ് മല ഇടിഞ്ഞ് വന്നത്. നമ്മൾ ബസ്സിലിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ കുറേ നേരം ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ വിശപ്പ് കൊണ്ട് ഉറക്കം വരുന്നില്ല. കുളു എത്തി. കുളു ആ പാലത്തിലേക്ക് കയറാൻ പോവാം. പാലത്തിലൂടെയാണ് മണാലിയിലേക്ക് പോകുന്നത്. അങ്ങനെ 24 മണിക്കൂർ ബസ് യാത്ര. എത്ര ഈ സമയം ഇപ്പോൾ? 5:02. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഞങ്ങൾ കയറിയതാണ്. ഇപ്പോൾ നമ്മൾ മണാലി എത്തി. ഇതാ മണാലി വോൾവോ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. ദീപൊക്കെ ഇതാ ഇവിടെ. ഹായ് വിജേഷ്, ദീപ് സർ, ശ്രീരാഗ്, സന്തോഷ് ആൻഡ് ഡോക്ടർ അർഷദ്. നമ്മളൊരു എർട്ടിക വിളിച്ചു. ഞങ്ങൾ ഹോട്ടൽ ന്യൂ സ്നോബേഡിലാണ് താമസിക്കുന്നത്. അങ്ങോട്ടേക്കൊരു എർട്ടിക വിളിച്ചു. എൻ്റെ കാലൊക്കെ എപ്പോഴും മരവിച്ചിരിക്കുകയാണ്. ബസ്സിൽ ഒരേ ഇരുത്തിരുന്നിട്ട് ലഞ്ച് കഴിച്ചിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ക്ലൈമാണ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. നല്ല ഗ്രീനായിട്ടുള്ള ഒരു അടിപൊളി ക്ലൈമറ്റാണ്. ഞങ്ങൾ മാൾ റോഡിൽ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. കാരണം മഴയായതുകൊണ്ട് റെയിൻകോട്ട് ഉണ്ടെങ്കിലും കുട വേണം പറഞ്ഞു. അപ്പോൾ മാൾ റോഡിലാണുള്ളത്. നമ്മൾ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തു. ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പുറത്തൊരു അടിപൊളി ചിക്കൻ, നമ്മുടെ നാട്ടിലെ നല്ല സ്പൈസി ചിക്കൻ കറിയും റൊട്ടിയും ഫിഷൊക്കെ കഴിച്ചു. കുറച്ച് അങ്ങനെ ഡിന്നർ കഴിക്കാനുണ്ട്. അപ്പോൾ മാൾ റോഡിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഹിമാചൽ പ്രദേശിലെ ഈ ഒരു തൊപ്പി വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി 1-2 സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ പോകുമ്പോൾ സാജിദുമായിട്ട് ഇവിടെ വന്ന ഒരു ഇതാണ്. ഞങ്ങളെ മണാലി യാത്രയിൽ ബച്പൻ, ഷാൻ, കിച്ചു, സാജിദ്, കുഞ്ഞി,
സാബർ താത്ത, മിൽ ചേച്ചി, ഞങ്ങളെല്ലാവരും കൂടെ മാൾ റോഡിൽ വന്ന് തെണ്ടി നടന്നതും കാലൊക്കെ മസാജ് ചെയ്യിപ്പിച്ചതും ടാറ്റു അടിക്കാൻ വേണ്ടി പോയതും. ദീപ് സാറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയായത്. മാൾ റോഡിൽ തന്നെ നല്ല തൊപ്പി 400 രൂപയാണ് ഇതിന് വില. 200 वाला मेरा बजट है 200. ഇവിടെ ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. ഇത് ഇവരുടെ പ്രോഡക്റ്റ് ആണ്. इसका नेक्स्ट साइज है, बिगर साइज, ये स्मॉल है. मेरे लिए मीडियम चाहिए शायद. We are reaching your shop. Yes. Purchasing. My colleagues are purchasing shawl and ये एक्चुअली थोड़ा टाइट में रखना. okay. ये आपका यहाँ से ये मतलब बराबर यहाँ है. से टाइट होगा ना, हाँ. यहाँ से फंसना चाहिए, नहीं तो फिर आपके यहाँ से खुला रहेगा तो लूज रहेगा. ഇല്ലില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങോട്ട് വന്നാൽ മതി. सिलाई स्टिचिंग से ക്യാപ്പൊക്കെ വാങ്ങിക്കാൻ വന്നപ്പോൾ ഒരു കടയിൽ വൂളൻ ഷഡ്ഡി. ഇത് കുട്ടികളൊക്കെ പാമ്പേഴ്സിൻ്റെ മുകളിലിടുന്നതാ തണുപ്പടിക്കാതിരിക്കാൻ. പക്ഷേ നല്ല അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു വൂളൻ ഷഡ്ഡി ആദ്യമായിട്ട് കാണുന്നത്. അത് തിരിച്ചു വരുമ്പോ എടുത്താൽ ഇപ്പോഴും ചുമക്കണോ? ഇതിൽ ഇത് വാങ്ങിക്കണം എന്നൊരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടി. ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. ഞാൻ കുട വാങ്ങിച്ചു. ബാഗിന് 50 ലിറ്ററിൻ്റെ ബാക്ക് പാക്കിൻ്റെ കവർ പണ്ട് ഡൽഹി എയർപോർട്ടിൽ നിന്ന് പോയിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെന്താ, തലയിലിടുന്നൊരു ബാൻഡ് വാങ്ങിച്ചു. സാധാരണ എല്ലാവരും വാങ്ങിക്കുന്ന ടൈപ്പ്. ഞാൻ കാണിക്കാം പിന്നെ ഒരു ദിവസം. പിന്നെ ഒരു കാലിലിടാനൊരു ഉറങ്ങുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു വൂളൻ ഡബിൾ ലെയറിംഗ് ഉള്ള ഒരു സോക്സ് വാങ്ങിച്ചു. ഇങ്ങനെ ഞങ്ങളിതാത്തി അർഷദ്, വിജേഷ്, പ്രസന്ന ചേച്ചി, ദീപു ചേട്ടൻ, ശ്രീരാഗ് ആൻഡ് സന്തോഷ് ഞങ്ങൾ മണാലി റൂട്ടിലൂടെ ഞങ്ങളുടെ റൂമിലേക്ക് നടക്കാൻ പോവാണ്. നടന്നു പോവാം നമുക്ക്. നടന്നു പോവാം. ഒരു ഹരത്തിന് അല്ല, ഒരിത് വരട്ടെ, കാലിനൊക്കെ ഒരിത് വരട്ടെ. അയ്യോ, ഒരു വലിയ പട്ടി നോക്ക്. പട്ടി ഫ്രൈ ഉണ്ടാക്കാൻ പറ്റും. നല്ല തടിയൻ പട്ടി. എന്തൊരു പട്ടിയാണ്! നല്ലൊരു തടിയൻ പട്ടികളാണ് ഇവിടെ മൊത്തം. അതായിരിക്കും, അതൊരു ഹോം മെയ്ഡ് പ്രിപ്പറേഷൻ അല്ലേ, ഇതൊരു ഹോട്ടൽ പ്രിപ്പറേഷൻ അല്ലേ. പക്ഷെ ഇത് കണ്ടിട്ട് ഇതും അതേപോലെ തന്നെ ഉണ്ട്. ഹായ് പ്രീതം. പ്രീതമാണ് നമ്മുടെ ട്രക്ക് ലീഡ്.